ശാപരൂപത്തിൽ ആവിർഭവിച്ചിരിക്കുന്നു. ഇദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ പ്രതിസന്ധിയെ ഓർത്ത് കേഴുകയല്ല ചെയ്യുന്നത്. ഞാനോ നിങ്ങളോ ആയിരുന്നു പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ സ്ഥാനത്ത് എങ്കിൽ എന്തായിരുന്നിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഭഗവാനെ, അശ്വമേധയാഗം ചെയ്തു ഞാൻ, അവിടുന്ന് ഗർഭപാത്രത്തിൽ വെച്ച് എന്നെ രക്ഷിച്ചു. ഇതിനായിരുന്നോ എന്നെ ഗർഭപാത്രത്തിൽ വെച്ച് രക്ഷിച്ചത്? അവിടെ വെച്ച് തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കിക്കൂടായിരുന്നോ? നമുക്ക് പരാതികളും ആവലാതികളും മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. കിട്ടിയ സൗഭാഗ്യങ്ങളുടെ നിറവിൽ നിൽക്കുവാൻ നാം ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതൃപ്തരാണ്. ഇദ്ദേഹം പുരാണ കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ എപ്പോഴും നമ്മളുമായിട്ട് തട്ടിച്ച് കേൾക്കണം. അപ്പോഴേ അത് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാവുകയുള്ളൂ. പരീക്ഷത്തിൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നു എങ്കിൽ ഞാനും നിങ്ങളും വാസ്തവത്തിൽ പരീക്ഷത്തിൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. ആസന്ന മരണരാണ് ഞാനും നിങ്ങളും. പരീക്ഷത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എന്താ അദ്ദേഹത്തിനുള്ള അഡ്വാൻറ്റേജ്? അദ്ദേഹത്തിന് 7 ദിവസങ്ങൾക്ക് ശേഷമേ മരിക്കുകയുള്ളൂ താൻ എന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾക്കോ ഒരു പിടിയില്ല. അപ്പം നമ്മൾ ഈ പരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തരൊന്നുമല്ല. നമ്മളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെങ്കിൽ ഇത് ഇങ്ങനെ പറയുമായിരുന്നോ? ഗൃഹാദികളിൽ ആസക്തനും പാപസ്വരൂപനുമായ എനിക്ക് വൈരാഗ്യപ്രാപ്യനായ ഭഗവാൻ ബ്രാഹ്മണ ശാപരൂപത്തിൽ ആവിർഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയൂ? പറയില്ല. നമ്മൾ എന്തു ചെയ്യും? ഒട്ടന പരാതിയും ആവലാതികളും തുടങ്ങും. എത്ര വഴിപാടാ ഗുരുവായൂരപ്പാ ഞാൻ ചെയ്തിരിക്കുന്നത്, എത്ര പ്രാവശ്യമായി ഇവിടുന്ന് മെനക്കെട്ട് ഞാൻ 1-ാം തീയതി തൊഴാൻ വന്നിട്ടുള്ളത്, ഹർത്താലുകൾക്കൊക്കെ വരാനും ഹർത്താലുകൾക്ക് തൊഴുത് തിരിച്ചു വരാനുമുള്ള ബുദ്ധിമുട്ട് അവിടത്തേക്ക് അറിയാവുന്നതല്ലേ. എത്ര ഹർത്താലുകളിൽ ഞാൻ മുടക്കാതെ വന്ന് തൊഴുതിട്ടുണ്ട്. നമ്മൾ പരാതിപ്പെട്ടി തുറക്കുകയാണ്. നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെ എണ്ണുകയല്ല, നമ്മളുടെ ദുർഭാഗ്യത്തിന് ഭഗവാനെ പഴി ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. ഇവിടെ വ്യാസഭഗവാൻ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു തരികയാണ്. ഏത് ദുരവസ്ഥയും ഈശ്വരൻ്റെ അനുഗ്രഹമായി കണക്കാക്കാൻ അദ്ദേഹം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഏതു ദുരവസ്ഥയും പരമമായതിലേക്കുള്ള വാതായനം തന്നെയാണ് എന്ന് വ്യാസഭഗവാൻ ഇവിടെ നമ്മളോട് പറയുകയാണ്. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പറച്ചിലിലൂടെ നമ്മളോട് ഭഗവാൻ വ്യാസൻ പറയുന്നത്, ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തത്തിൻ്റെ മുൾമുനയിൽ നിന്ന് നീറുമ്പോഴും അത് ഭഗവാൻ തരുന്ന സൗഭാഗ്യമാണ് എന്ന് കരുതി അതിനെ നേരിടണം.